രാത്രി. മാലാഖമാർ മണിവീണമീട്ടി താരാട്ടു പാടിയ രാത്രി. മാലാഖമാർ മണിവീണമീട്ടി താരാട്ടു പാടിയ രാത്രി. മഞ്ഞു മൂടിയ രാത്രി, കുഞ്ഞുറങ്ങിയ രാത്രി. മാലാഖമാർ മണിവീണമീട്ടി താരാട്ടു പാടിയ രാത്രി. താരാട്ടു പാടിയ രാത്രി. ലോകത്തിൻ പാപം ചുമന്നെടുക്കാൻ, കാലത്തിൻ കണ്ണീർ തുടച്ചു മാറ്റാൻ. ലോകത്തിൻ പാപം ചുമന്നെടുക്കാൻ, കാലത്തിൻ കണ്ണീർ തുടച്ചു മാറ്റാൻ. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തതിൽ കന്യാസുതനായി പിറന്ന രാത്രി. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തതിൽ കന്യാസുതനായി പിറന്ന രാത്രി. താരാട്ടു പാടിയ രാത്രി. സ്നോഫ്ലേക്സ് ക്രിസ്തുമസിന്റെ ഒരുക്കദിനങ്ങളിൽ നാം ചൊല്ലാറുള്ള ഒരു സുഹൃത ജപം എങ്ങനെയാണ്? കുളിരാൻ വിറയ്ക്കുന്ന ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. ഒരു കുളിരുള്ള രാവിൽ ലോകത്തിന് മുഴുവൻ കുളിർമയേകുന്നവൻ, ആശ്വാസം പകരുന്നവൻ വന്നു പിറക്കുന്നു. ഇന്നും ഈ ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് പിറക്കുന്നുണ്ട്. ഓരോ ക്രിസ്തുമസ് ആഘോഷവേളയിലും ബാഹ്യമായ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്നവയാണ് ശോഭയുടെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ, സാന്റാക്ലോസ്, വർണ്ണാഭമായ ക്രിസ്മസ് ട്രീകൾ, സ്നോമാൻ, സ്നോഫ്ലേക്സ്, ഇങ്ങനെ പോകുന്നു നീണ്ട നിര. ഇവയ്ക്കെല്ലാം നമ്മോട് ക്രിസ്തുമസിന്റെ ആനന്ദത്തെക്കുറിച്ച് പറയാനുണ്ട്. സ്നോഫ്ലേക്സ് ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഹിമകണികയുടെ മനോഹരമായ രൂപം തെളിയുന്നുണ്ട്. ഓരോ ഹിമകണികയും പ്രകൃതിയുടെ ഒരു കലാസൃഷ്ടിയാണ്. അവയുടെ സങ്കീർണമായ ഘടന ശാസ്ത്രജ്ഞരെ പോലും നൂറ്റാണ്ടുകളായി അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ ഈ സ്നോഫ്ലേക്സിന് ക്രിസ്തുമസുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ പ്രധാനമായും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശൈത്യകാലത്താണ്. സ്നോഫ്ലേക്സ് പൊതുവെ രൂപം കൊള്ളുന്നതും ശൈത്യകാലത്ത് തന്നെ. അതിനാൽ സ്നോഫ്ലേക്സ് ശൈത്യകാലത്തെയും ക്രിസ്തുമസിനെ പ്രതിനിധീകരിക്കുന്നു. സ്നോഫ്ലേക്സ് അഥവാ മഞ്ഞിടരുകൾ പ്രധാനമായും 8 ഇനങ്ങളായും അവയുടെ വിശാലമായ വർഗീകരണത്തിൽ കുറഞ്ഞത് 80 എണ്ണമായും കാണാനാകും. സൂചി, കോളം, പ്ലേറ്റ്, റിം എന്നിവയാണ് ഐസ് ക്രിസ്റ്റലുകളുടെ പ്രധാന ഘടകരൂപങ്ങൾ. സ്നോഫ്ലേക്സുകളുടെ ചെറിയ ക്രിസ്റ്റൽ മുഖങ്ങളാൽ പ്രകാശത്തിന്റെ മുഴുവൻ സ്പെക്ട്രത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് അതിമനോഹരമായ ക്രിസ്റ്റലുകൾ പരിശുദ്ധിയുടെ പ്രതീകമായി കാണപ്പെടുന്നു. മാനവകുലത്തെ പാപത്തിന്റെ ഇരുളിൽ നിന്നും രക്ഷിക്കാൻ മനുഷ്യാവതാരം ചെയ്ത ഈശോയുടെ ജനനത്തെയും ഇത് വിളിച്ചോതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലും ഈ സ്നോഫ്ലേക്സിനെ നാം മറക്കാറില്ല. ക്രിസ്തുമസ് ട്രീ ഒരുക്കുന്നതിലും ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുന്നതിലും വലിയ സ്ഥാനം തന്നെയുണ്ട് സ്നോഫ്ലേക്സിന്. നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, അങ്ങേ സ്വീകരിക്കാൻ മഞ്ഞിടലുകൾ പോലെ പരിശുദ്ധമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ.